കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഒരു കാര്യം ചെയ്യാം, ഇവർ വരുന്ന സമയത്ത് വേണമെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനമ്മ എടുത്തുകൊണ്ട് നടക്കട്ടെ എന്ന് പറയാം, അല്ലേ? അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ച് അവർ കുഞ്ഞിനെടുക്കുന്ന സംഭവ ബുദ്ധിമുട്ടാണ്. കുഞ്ഞിൻ്റെ അച്ഛനമ്മ എടുത്തുകൊണ്ട് നടക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ എടുത്തുകൊണ്ട് നടക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സിനെയും കസിൻസിനെയൊക്കെ എടുത്തുകൊണ്ട് നടക്കട്ടെ, അല്ലേ? വരുന്നവർ ഗസ്റ്റുകൾ. ഇതിപ്പോ എല്ലാരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. പിന്നെ ഒരു വയസ്സായ കുട്ടി ലോകത്തുള്ള എല്ലായിടത്തും ഈ ഗിഫ്റ്റ് കൊണ്ടൊന്ന് മൈൻഡ് ചെയ്യുകയും അതെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോയി വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് അകത്തോട്ടിരുത്തി ഫുഡ് കൊടുത്തിട്ടാണല്ലോ ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ചെയ്യുന്നത്. ഇതിപ്പോ ആകുമ്പോഴത്തേക്ക് നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എടേ, ഇതൊക്കെ ശരിക്കും ഇവർ ഉള്ളിൽ നിന്ന് പറയുന്നതാണോ, അത് അറിയാതെ പറഞ്ഞു പോകുന്നതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ലടേ. വന്ന് കഴിച്ചവരൊക്കെ ഇപ്പോൾ ആരായി? ഇവരൊക്കെ ഇത് വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് എന്ത് തോന്നും? ദിയ, ഞാൻ സ്ഥിരമായി കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയല്ല, അവരുടെ കമൻറ്റ് ബോക്സിലാണ്. എന്നാലും ഇത് പറയാതെ വയ്യ. തനിക്കും വളർന്നു വരുന്നത് ഒരു ആൺകുട്ടിയാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. നാളെ അവൻ നിങ്ങളെ മാറ്റി നിർത്തി അവൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി നടത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? കറക്റ്റ് ചോദ്യം. താൻ തന്നെ പറഞ്ഞല്ലോ, അവൻ വേറെ ഒരാളെ അമ്മയെ എന്ന് വിളിക്കുന്നത് പോലും സഹിക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ ഒരു അമ്മയുടെ മകൻ അല്ലേടോ അശ്വിനും കർമ്മ തിരികെ ലഭിക്കാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും ടോപ്പ് കമൻ്റായിട്ട് ആൾക്കാർ പറയും. വരാനുള്ള വഴി തങ്ങില്ല, ഇന്നലെ നാളെ കിട്ടും, ഐ വിഷ് കർമ്മ ബൗൺസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം അവർ തിരിച്ച് ഇവരുടെ ഈ ഒരു കാര്യത്തിന് ആക്ടിനെ ഇഷ്ടപ്പെടുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാനിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നറിയോ? ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാകാം, ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരെയൂർത്താവാൻ അറിയില്ല, എനിക്കറിയില്ല, പറയുന്നു സന്ധ്യതൻ മൗനം മൗനം. ഇത്രയും മനോഹരമായൊരു പാട്ട് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരാൾ അയച്ചു തന്ന വിഷയമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇത് താല്പര്യമുള്ളവർ മാത്രം കാണുക കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും വിഷയം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് മാത്രം ആണെന്ന് തോന്നിയാൽ മാത്രം മുന്നോട്ട് കാണുക. അതല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല വിഷയങ്ങൾ മറ്റെവിടെയും കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോയി കാണുക. ഒരാളെയും പുറകെ നടന്ന് ഇങ്ങനെ നിരന്തരം ചെയ്യണമെന്നൊരു ഇതുമില്ല. പക്ഷേ ഇതിനകത്തും എന്തെങ്കിലും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ മാത്രം അതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ വിഷയം എടുക്കുന്നത്. ബിക്കോസ് ദിസ് ഈസ് റെലവൻറ്റ് ഫോർ അവർ ഈ കാലഘട്ടം. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ദിയ കൃഷ്ണയെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദിയ കൃഷ്ണ ഇപ്പോൾ വേറൊരു രാജ്യത്ത് അവരെന്തോ ഒരു ടൂറിനൊക്കെ പോയിരിക്കണം. നല്ല കാര്യം, നന്നായിരിക്കട്ടെ, അവർ ഫാമിലിയൊക്കെ അടിപൊളിയായിരിക്കട്ടെ. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ ആക്ട്, ഈ പർട്ടിക്കുലർ പറഞ്ഞ പറച്ചിൽ അത്ര ശരിയായിട്ടുള്ളത് തോന്നിയിട്ടില്ല. ഓക്കെ, അത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്താണെന്നുള്ളത്. കേൾക്കാം. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു. എൻ്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു, അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കേട്ടല്ലോ. അപ്പം ഈ ഒരു വിഷയമാണ്. അതായത് പുള്ളിക്കാരത്തി ആക്ച്വലി ഞാനിതിൽ ധാർഷ്ട്യമെന്നോ അഹങ്കാരമെന്നോ അല്ലെങ്കിൽ കൾച്ചർലെസ് എന്നോ ക്ലാസ് ഇല്ലായ്മയെന്നൊന്നും അല്ല പറയുന്നത്. ഇതിനകത്ത് ഉള്ള സാധനം ഇത് കോമൺ സെൻസിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് കറക്റ്റാണെങ്കിൽ വ്യക്തമായിട്ടുള്ള വിഷയത്തിലെ വീഡിയോയിലേക്ക് നമുക്ക് വരാം. ഫുൾ വീഡിയോ, അതിൻ്റെ കുറേ സംഭവങ്ങൾ കുറച്ച് അധികം സമയത്ത് പുള്ളി സംസാരിക്കുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് കേൾക്കാം. അതായത് നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ നമ്മുടെ ഏറ്റവും അടുത്ത അച്ഛനമ്മമാർ, അല്ലേ, എന്ന് വെച്ചാൽ അച്ഛനമ്മ എന്ന് വെച്ചാൽ ഈ അമ്മയുടെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അച്ഛനമ്മമാർ, ആ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛനമ്മമാർ, ബന്ധുമിത്രാദികൾ എല്ലാവരും വരും, വിഷ് ചെയ്യും, അവർ സന്തോഷമാകും, അല്ലേ. അതുപോലെ തന്നെ ദിയയുടെ പ്രസവം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. അത്രയും ആൾക്കാർ കണ്ടതും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പേരിൽ നല്ലതും ചീത്തയും കേട്ടു. എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് നല്ലതേ പറഞ്ഞുള്ളൂ. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. പക്ഷേ അതിനുശേഷം ആ ഓരോ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും മറ്റു പല കാര്യങ്ങളും കാണുമ്പോഴും സന്തോഷം. ഓമി എന്ന് പറയുന്ന കുട്ടി സന്തോഷവാനായിരിക്കട്ടെ, കൊച്ചു കുഞ്ഞ് ജനിച്ചതല്ലേ, ഈ ഭൂമിയിലേക്ക് വന്നതല്ലേ, നമ്മൾ അതിന് അങ്ങനെ തന്നെ കാണും. അശ്വിനാണെങ്കിലും ദിയയ്ക്കാണെങ്കിലും ആശംസകളായിരുന്നു എല്ലാവരും നൽകിയത്.
അപ്പോൾ അതിനുശേഷം അവരുടെ ആ കുഞ്ഞിന് 1 വയസ്സാവുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുന്ന 1 വർഷത്തിന് മുമ്പായിരുന്നു ആ വീഡിയോ ചെയ്യുന്നുള്ള കാര്യം. സമയം എത്ര പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും വേഗം നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോകേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുന്നു. പാക്കപ്പിനുള്ള ടൈം ആയിക്കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇരിക്കുന്നത്. അല്ല നമ്മളെല്ലാവരും ഇവിടെ ആണ്ടുപൂണ്ട് ജീവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഒരു നല്ല മുഹൂർത്തം ഉണ്ടായി. അതിനുശേഷം 1 വർഷം പിന്നിടുന്നു. അപ്പം അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നു. ആ ബർത്ത്ഡേ സെലിബ്രേഷന് കുറച്ചധികം ആൾക്കാർ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട റിലേറ്റീവ്സിനെ മാത്രം ക്ഷണിക്കുന്നു. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള പുള്ളിക്കാരത്തിയുടെ ഈ ഒരു പരാമർശം അങ്ങേയറ്റം എന്താ പറയുക, ബുദ്ധിശൂന്യമായിപ്പോയി എന്നുള്ളതാണ്. ഇവരുടെ ഫംഗ്ഷന് പങ്കെടുക്കുന്ന ആൾക്കാർ, ഇനി പങ്കെടുക്കുന്ന ആൾക്കാർ അതെങ്ങനെയായിരിക്കും അവിടെ പോയിട്ട് ഇതെങ്ങനെയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുക? നമുക്കത് കേൾക്കാം ബാക്കിയൂടെ. ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസരം വരുന്നു, അവരവസരം കൊച്ചു ഹോട്ടൽ റൂമൊക്കെ എടുത്ത്. ഐ നെവർ ഈവൻ തോട്ട് മൈ പാരൻസ് വെർ പ്ലാനിങ് എ സ്മോൾ സർപ്രൈസ് ഫോർ their first grandchild. ഓക്കെ, അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങോട്ട് നോക്ക്, ആ ഒരു ഭാഷ ശരിയല്ല. ഞാൻ ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം ഇതിനകത്ത് പറയുന്ന ഭാഷാ പ്രയോഗമൊക്കെ ഭയങ്കര മോശമാണ്. അത് ചിലപ്പോൾ ശൈലിയാവാം, ബട്ട് ശൈലി എന്ന് പറഞ്ഞാലും ഇപ്പം നിലവിലുണ്ടായിരിക്കുന്ന കുറേയധികം കോൺട്രവേഴ്സീസ് ഉണ്ട്. കോൺട്രവേഴ്സീസ് മീൻസ് വാട്ട്? അതായത് അഹാന റിലേറ്റഡ് മറ്റേ ഗ്രാൻഡ് മദർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം. ഗ്രാൻഡ് മദറിനെ എടി വസന്ത എന്ന് വിളിച്ചിട്ട് കാര്യം, ആ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ വേറെ പല കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. എങ്കിലും കുറച്ച് നാളിന് മുമ്പ്, 1 വർഷത്തിന് മുമ്പ് വരെ ഇവരുടെ കുടുംബമായിട്ട് വളരെയധികം യോജിച്ച് ഇവരൊക്കെ എവിടെയൊക്കെ ട്രിപ്പൊക്കെ പോയി. അപ്പോൾ അത്രയും സൗഹൃദപരമായിട്ടൊക്കെ ഇരുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ പറയുന്ന ആർഗ്യുമെൻറ്റും പിന്നെ തൻവി പുറത്തോട്ട് വീഡിയോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ വന്നപ്പോഴേക്കും ഫാമിലി ചെയിൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇപ്പം ഗോട്ട് കണ്ടിട്ടുള്ള, ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ടാർഗേറിയൻ ഫാമിലി അല്ലേ, നമ്മുടെ മറ്റ് പല ഫാമിലീസിൻ്റെയും ചെയിൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരും അല്ലേ. ഓക്കെ, നമ്മൾ അതിലിരുന്ന് പോകുന്നില്ല. അപ്പോൾ അതുപോലെ പുറകെയുള്ള ആൾക്കാരുടെ ക്യാരക്ടർ അടുത്ത ആൾക്കാരിലേക്ക് വരുന്ന സംഭവം പോലെ ഇവിടെ കുറേ കമൻറ്റ് ബോക്സുകളിൽ കണ്ടൊരു കാര്യമാണ്, ഇവരുടെ ഒരു ഫാമിലി മൊത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പല കാര്യങ്ങളും ഇതിനകത്തുള്ള സ്വഭാവങ്ങളും ഒക്കെ ആൾക്കാർ ചർച്ച ചെയ്യുന്നു. നമ്മളാരും കൊണ്ടിട്ടതല്ല, ഇതെല്ലാം ഇവരുടെ സൈഡിൽ നിന്ന് തന്നെ പുറത്ത് വന്നതാണ്. തൻവി ആ വീഡിയോ അന്ന് പുറത്തു വിട്ടത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിനുശേഷം ഈ സിന്ധു കൃഷ്ണ ഈ ഇൻബോക്സിലൂടെ അമ്മയെക്കുറിച്ച് ലോകം മൊത്തം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച അച്ഛനെ എതിരെ എന്ന് പറയുന്ന കാര്യം ശരിയായിട്ട് തോന്നിയിട്ടില്ല. അഹാന അമ്മയോട് കാണിച്ചെന്ന് പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അപ്പർ സൈഡ് നമുക്ക് അറിയില്ല എങ്കിലും അത് കാണിച്ചത് പബ്ലിക്കിലേക്ക് വന്നത് അതും ശരിയായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ പലതും. അപ്പോൾ നോക്കുമ്പോഴേക്കും ഇവിടെ അടുത്തൊരാൾ വന്ന് പബ്ലിക്കിലേക്ക് വന്ന് പറയുകയാണ്, നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ പൈസയൊക്കെ മുടക്കി, നമ്മൾ ഒരു ഹോളൊക്കെ പൈസ കൊടുത്തൊക്കെ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് മുടക്കി, അതിനുശേഷം ആൾക്കാരൊക്കെ വരുന്നു. അവർ വന്നതിന് ശേഷം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വന്ന സ്വാഭാവികമായിട്ട് കുഞ്ഞിന് ഗിഫ്റ്റ് കൊണ്ടുവരും. അവർക്ക് നമ്മൾ നല്ലൊരു ആഹാരമോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്ത് അവർ നമ്മൾ ആതിഥ്യ മര്യാദയോടുകൂടി നമ്മൾ സ്വീകരിക്കും, ആതിഥേയത്വം അല്ലേ. അതിനുശേഷം നമ്മൾ ആ കുട്ടിയെ അവർ ലാളിക്കാനോ കൊഞ്ചിക്കാനോ ഒക്കെ കുറച്ച് നേരം എടുക്കും. അത് എടുത്തുകൊണ്ട് പോകുന്നു, കുഞ്ഞിനെ തിരിച്ചു കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറയുമ്പോൾ ഈ ഗസ്റ്റായിട്ട് വന്ന ആൾക്കാർ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്തായിരിക്കും തോന്നുക? അപ്പോഴെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പോൾ അതുകൊണ്ടാണോ ഈ പറഞ്ഞ മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ അമ്മയൊന്നും ഇങ്ങോട്ട് അടുപ്പിക്കാത്ത, അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് അടുപ്പിക്കാത്തെന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. എന്തല്ലേ സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ച് എത്രയെന്ന് പറഞ്ഞ് ഓർത്തിരിക്കാനെന്നൊക്കെ പറയുന്നു. ഇപ്പം ഇതേ ദിയ കുറച്ചാളുടെ മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഈ വഴി കൂടെ പോകുന്നവരിൽ അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞ് നാളൊരു സമയത്ത് അവൻ വേറൊരാളെ അല്ലേ, അവൻ്റെ കാര്യം എനിക്ക് സഹിക്കത്തില്ല, വേറൊരാൾ അമ്മ എന്ന് വിളിച്ച് എനിക്ക് സഹിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോഴേ തന്നെ ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ദിയ നിൽക്കുന്നത് പോലെയൊക്കെ പെരുമാറുന്നത്. സോ അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെ ശരിയാണോ ഇല്ലെന്നുള്ള കാര്യം അവർ വിചിന്തനം നടത്തട്ടെ. ഇവിടെ കുറേ വിളിച്ചു വരുത്തിയ അതിഥികളോട് കാണിക്കുന്ന ഒരു ഇൻസൾട്ട് പോലെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പബ്ലിക്കിലേക്ക് വന്നിരുന്നിട്ട് വേറൊരു സ്ഥലത്ത് യാത്ര പോയിട്ട് അവിടെ നിന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ആ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞു പോയ ഫംഗ്ഷനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്. ഇവിടെ കുറേ പേര് അച്ഛനും അമ്മയൊക്കെ വിളിച്ചു വരുത്തി, കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി, അവർ കുഞ്ഞിനെടുത്തുകൊണ്ട് കുഞ്ഞിനെ തിരിച്ച് തരത്തുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ വന്ന ആൾക്കാരൊക്കെ ആരായി? അൾട്ടിമേറ്റ് ശശിമാരായി. ഇങ്ങനെയൊക്കെ പറയാമോ? എനിക്കറിയില്ല ഇത് എന്ത് തരമാണെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അഹാന പറഞ്ഞു എന്ന് പറയുന്നതും ഇന്നിപ്പം ഇവിടെ ദിയ പറഞ്ഞു വെക്കുന്നതും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇത് എന്താ ഇങ്ങനെ സംസാരിക്കുന്നവരൊക്കെ?
എന്ന് നമുക്ക് തോന്നിപ്പോണെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഞാനവരെ കുറ്റപ്പെടുത്താനേ അല്ല പറയുന്നത്. ഇത്തരം പദപ്രയോഗങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ വന്നു പോയ ഗസ്റ്റുകളെ പിന്നീട് അപമാനിക്കുന്നതിന് തുല്യമാണെന്നുള്ളൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കൽ മാത്രമാണ്. അത് വേണമെങ്കിലൊക്കെ ഇവർക്കിടയ്ക്ക്, കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മളെന്തും ഇവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്ത ഒരാളല്ല ഞാൻ. ബാക്കിയുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇവരെക്കുറിച്ച് ഞാൻ പോസിറ്റീവായിട്ടുള്ള മാത്രം വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. വളരെ നന്നായിട്ട് കുറേ അധികം കുറേ അധികം ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കിടന്ന് അടിവരെ കൂടിയിട്ടുണ്ട് ദിയയുടെ പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ. ഓക്കെ, പോട്ടെ. കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഒരു കാര്യം ചെയ്യാം, ഇവർ വരുന്ന സമയത്ത് വേണമെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനമ്മ എടുത്തുകൊണ്ട് നടക്കട്ടെ എന്ന് പറയാം, അല്ലേ? അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചവർ കുഞ്ഞിനെടുക്കുന്ന സംഭവ ബുദ്ധിമുട്ടാണ്. കുഞ്ഞിൻ്റെ അച്ഛനമ്മ എടുത്തുകൊണ്ട് നടക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ എടുത്തുകൊണ്ട് നടക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സിനെയും കസിൻസിനെയൊക്കെ എടുത്തുകൊണ്ട് നടക്കട്ടെ, അല്ലേ? വരുന്നവർ ഗസ്റ്റുകൾ, അതായിരിക്കും നല്ലതെന്ന്, കുറച്ച് ബെറ്റർ ഐ തിങ്ക്. അങ്ങനെയൊക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. അലമ്പ് അവിടെയൊക്കെ ഇതിൻ്റെ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ ഫംഗ്ഷനൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അല്ലേ? വെറുതെ ഒരു അലമ്പ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഇപ്പൊ ഞാൻ ഏറ്റവും ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്ക് നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എടാ, ഇതൊക്കെ ശരിക്കും ഇവർ ഉള്ളിൽ നിന്ന് പറയുന്നതാണോ, അത് അറിയാതെ പറഞ്ഞു പോകുന്നതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ലടേ. വന്ന് കഴിച്ചവരൊക്കെ ഇപ്പോൾ ആരായി? ഇവരൊക്കെ ഇത് വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് എന്ത് തോന്നും? അല്ലെങ്കിൽ ഇത് മിണ്ടായിരുന്നൂടെ? എനിക്ക് തോന്നുന്നു ഇവരിത് ഇൻറ്റൻഷനലി തന്നെ ഈ ഒരു സാധനം ഇങ്ങനെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞിട്ട്? മനസ്സിലാവുന്നില്ല. ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാരും ഇങ്ങനെ ഒരു സംഭവം ഫംഗ്ഷൻ നടന്നതിന് ശേഷവും വന്നിരുന്ന് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വർത്തമാനം പറയാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവുന്നൊക്കെ മാറ്റിവിടും. അപ്പൊ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ മൂന്നുപേരും എവിടെയെങ്കിലും ഇപ്പൊ ബേബി ഇച്ചിരി വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഒക്കെ അവന്റെ. അല്ല, ഇവർ മൂന്നുപേരും മാത്രമാണ് ഇവർ ചിന്തിച്ചേക്കുന്നത് ഇപ്പോഴും. അതായത് അശ്വിനും കുഞ്ഞും ഓസി, അതായത് നമ്മുടെ ദിയാകൃഷ്ണൻ മാത്രമായിട്ടുള്ള ഫംഗ്ഷനെ കുറിച്ച് മാത്രമേ ഇവർ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഈ പറയുന്ന സിസ്റ്റേഴ്സും ഇല്ല, അച്ഛനമ്മമാരും പോലും ഇല്ല. ഓക്കെ, അങ്ങനെയാണ് അവർ ചിന്തിച്ചേക്കുന്നത്. മേ ബി അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ എന്താ പ്രശ്നം എന്ന് അവർ ചോദിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അവർക്ക് അവരുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അവരുടെ തീരുമാനം തന്നെയാണ്. നമുക്കതിനകത്ത് ചോദിക്കാനുള്ള ഒരു അർഹതയോ അവകാശങ്ങളോ ഒന്നുമില്ല. ബട്ട് ഈ പറയുന്ന അച്ഛൻ സോക്കോൾഡ് അമ്മമ്മയും അപ്പൂപ്പനും സഹോദരിമാരും അല്ലേ, അവർക്കും കുഞ്ഞമ്മയും വലിയമ്മയ്ക്കൊക്കെ അവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളും അവരെല്ലാ കാര്യങ്ങളും കൂടെ നിന്നവർക്കും അവരെ കുഞ്ഞിൻ്റെ ആ ഒരു ബർത്ത്ഡേക്കൊക്കെ വരണമെന്നും അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണമെന്ന്, അവനെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മാത്രമേ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഈ അമ്മമ്മ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കൂടെ അച്ഛനും അമ്മയും മാത്രമല്ല ജനിക്കുന്നത്, അപ്പൂപ്പനും അമ്മമ്മയും ചിറ്റമ്മയും വല്യമ്മയും മൂത്തമ്മയും മുത്തശ്ശിയും ഒക്കെ കൂടെ ജനിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ആ പേര് കിട്ടുന്നത് ഈ കുഞ്ഞ് ജനിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ ആൾക്കാർക്ക് അതിൻ്റെ ഒരു പ്രയോറിറ്റി കൊടുക്കണം. അല്ല നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലിയായി നമ്മൾ മാത്രം നമ്മുടെ ജീവിതം നമുക്ക് വേറെ ആരും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ജീവിക്കാനാണ് എന്നുള്ള സംഭവം. ചില ആൾക്കാർ, ഞാൻ ഇതുവരെ ഒന്നുമല്ല പറയുന്നത്, ചില ആൾക്കാർക്ക് അല്പം മറ്റേ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അത്യാവശ്യം പൈസയൊക്കെയായി അവരുടെ ഒരു സ്റ്റാറ്റസൊക്കെ ബിൽഡ് ചെയ്ത് അവർക്ക് കുറച്ചധികം ഈ സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരും ഹൈ ക്ലാസ് ആൾക്കാരുമായിട്ടൊക്കെ ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ വന്ന പ്രൊഫൈൽ മറക്കും, നമ്മളൊന്ന് ബാക്കിൽ കൂടെ വന്ന വഴികൾ മറക്കും, നമ്മളെ കഷ്ടകാലങ്ങളിൽ സപ്പോർട്ട് ചെയ്ത മനുഷ്യരെ മറക്കും. എല്ലാ നന്ദിയില്ലായ്മയോടുകൂടി പിന്നീട് നോക്കുമ്പോൾ ഒരു പോഷ് ലൈഫ് എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ ഒരുപാട് അല്പന്മാരെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി അറിയാം. ആ അല്പന്മാരുടെയൊക്കെ അവസ്ഥ പിന്നീട് എന്തായിരുന്നുള്ളതും കണ്ടിട്ടുണ്ട്. അത് വേറെ കാര്യം. ബർത്ത്ഡേ ഇപ്പൊ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ ഒരു വയസ്സായ കുട്ടി ലോകത്തുള്ള എല്ലായിടത്തും ഈ ഗിഫ്റ്റ് കൊണ്ടൊന്ന് മൈൻഡ് ചെയ്യുകയും അതെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോയി വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് അകത്തോട്ട് ഇരുത്തി ഫുഡ് കൊടുത്തിട്ടാണല്ലോ ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ചെയ്യുന്നത്. ഒന്നും പറയാനില്ല കേട്ടോ, ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ പറയുന്നില്ല. ഇതിവിടെ നിർത്തട്ടെ. ഞാൻ കമൻറ്റ് ബോക്സിലേക്ക് പോകാം.
അവരുടെ കമൻറ്റ് ബോക്സാണ്, ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നൊന്നുമല്ല. കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ട്രിഗറായിട്ട് പിന്നെ അവസാനം ഈ പറഞ്ഞവരെയെല്ലാം കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പറയാം, ദിയ ഞാൻ സ്ഥിരമായി കമൻറ്റ് ഇടുന്ന ഒരു വ്യക്തിയല്ല, അവരുടെ കമൻറ്റ് ബോക്സിലാണ്. എന്നാലും ഇത് പറയാതെ വയ്യ, തനിക്കും വളർന്നു വരുന്നത് ഒരു ആൺകുട്ടിയാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. നാളെ അവൻ നിങ്ങളെ മാറ്റി നിർത്തി അവൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി നടത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? കറക്റ്റ് ചോദ്യം. താൻ തന്നെ പറഞ്ഞല്ലോ, അവൻ വേറെ ഒരാളെ അമ്മയെ എന്ന് വിളിക്കുന്നത് പോലും സഹിക്കാൻ പറ്റില്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ ഒരു അമ്മയുടെ മകൻ അല്ലേടോ അശ്വിനും, കർമ്മ തിരികെ ലഭിക്കാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും ടോപ്പ് കമൻ്റായിട്ട് ആൾക്കാർ പറയും. വരാനുള്ള വഴി തങ്ങില്ല, ഇന്നലെ നാളെ കിട്ടും, ഐ വിഷ് കർമ്മ ബൗൺസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം അവർ തിരിച്ച് ഇവരുടെ ഈ ഒരു കാര്യത്തിന് ആക്ടിനെ ഇഷ്ടപ്പെടുന്നില്ല. ലക്ഷറി വോൺ ബൈ ക്ലാസ് ആൻഡ് കൾച്ചർ, ഇത് പലയിടത്തും ഞാൻ കാണുന്നുണ്ട്. ഈ അത് പോട്ടെ, ഞാൻ അതിനകത്ത് വീണ്ടും അതിനകത്ത് ചെയ്യുന്നില്ല. അശ്വിൻ പ്ലീസ് ഗീവ് റെസ്പെക്ട് യുവർ ഫാമിലി, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അതെനിക്ക് ഈ പുള്ളിക്കാരൻ്റെ ഈ ആക്ടിനെ കുറിച്ചും കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് മണി കാൺ ബൈ കൾച്ചർ ആൻഡ് വാല്യൂസ്. അപ്പോൾ ഓക്കെ, ദിയയുടെ ബീഗം ക്യാമറ പിടിക്കാൻ വേറൊരു പാവം, അതാണ് അശ്വിൻ. എന്താണ് ദിയയുടെ ബാഗും ക്യാമറയും പിടിക്കാൻ ഒരു പാവ, അതാണ് അശ്വിൻ എന്നൊക്കെ ആൾക്കാർ കളിയാക്കുന്നു. ദിയ അല്ല പ്രോബ്ലം, ശരിക്കും അശ്വിനാണ്. അയാളല്ലേ സ്വന്തം ഫാമിലിയെ വേണ്ട എന്ന് വെച്ച് നടക്കുന്നത്. കാരണം റെലവൻറ്റ് പോയിൻ്റാണ്. സ്വന്തം കുടുംബത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളും സ്വന്തം ഫാമിലിയെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും വേണോ വേണ്ടെന്നൊക്കെ അതിൻ്റെ അകത്തുള്ള ബന്ധപ്പെട്ടുള്ള ചോരകൾക്കല്ലേ തീരുമാനം എടുക്കാൻ പറ്റുക. അവർക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുന്ന വാക്കും കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ, ഞാൻ പറഞ്ഞ വേറെ ഏതോ ലോകത്തുള്ള ഒരാൾക്കാരെ കുറിച്ചാണ്, ഇവരായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന കോൺടാക്സ്റ്റ് ഒക്കെ വേറെ. ഇത്രയൊക്കെ ആയിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം. റിയലി വിദേശയാത്ര കുറയ്ക്കണം എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രധാനിയുടെ മകൾ, നിങ്ങൾക്ക് എന്തോ ആ വിദേശയാത്ര നടത്താല്ലേ? മോസ്റ്റ് ഓഫ് ദ നെഗറ്റീവ് കമൻറ്റ്സ് വിൽ ബി ഡിലീറ്റഡ് സൂൺ എന്ന് പറയും. സത്യത്തിൽ ഈ പെണ്ണിന് എന്തോ ഇത് ഇത്രയും പറയുമ്പോഴും ഞാനത് പറയുന്നില്ല. സത്യത്തിൽ ഈ പെണ്ണിന് എന്തോ മാനസിക പ്രശ്നമുണ്ട്. കമൻറ്റ് ബോക്സിലുള്ളതാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും ഞാൻ ആ ഒരു വേർഡിനെ, പർട്ടിക്കുലർ വേർഡിനെ ഒരാളുടെ മാനസിക നിലയെ ചോദ്യം ചെയ്യുന്നതിനോട് ഞാൻ പൂർണ്ണമായി അഗെയിൻസ്റ്റാണ്. ഞാൻ അതിനെ അനുകൂലിക്കത്തില്ല. കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാനുള്ളത് പറയാം, വിമർശിക്കാം മാന്യമായി. ബട്ട് ഇതൊക്കെ മനോനിലയൊക്കെ ചോദ്യം ചെയ്യുന്നത് തെറ്റാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്. അല്ല നിങ്ങളുടെ കുഞ്ഞ് ഒന്നുമല്ല ഏറ്റവും ക്യൂട്ട്, അതിനാരും എടുത്തുകൊണ്ട് പോകില്ല. എല്ലാവർക്കും അവരുടെ സ്വന്തം കുഞ്ഞുണ്ട്. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻ കുഞ്ഞ്, അത്രയേ ഉള്ളൂ. നിങ്ങൾ പണ്ട് കുട്ടികൾ കാണുമ്പോഴും കളിപ്പിക്കുകയും എടുക്കുകയും കളിക്കുകയും ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കുഞ്ഞ് വലിയ സംഭവമൊന്നുമല്ല. കുട്ടികളെ കാണുമ്പോൾ എല്ലാവരും കൊഞ്ചിക്കും. നിങ്ങൾ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കൂടാതെ പല വ്ളോഗുകളും അതേ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അത്രയേ ഉള്ളൂ ബ്രോ, ടേക്ക് ഇറ്റ് ഈസി. ഓമി ഫാൻസ് പോയി നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നോക്കുക. അല്ലാതെ വഴി കിടന്ന പിള്ളേരെ എന്തിനു സ്നേഹിക്കുന്നു? ഇതൊക്കെ ട്രാവൽ ഏജൻസിയുടെ പ്രൊമോഷൻസ്. ഹേ പി ആർ ഓർ കമൻറ്റ് ബോക്സ്. ഓക്കെ, എനിവേ ഇതാണ് ഇത്. നമ്മൾ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഈ ഒരു സംഭവങ്ങളൊന്നും കേട്ടിട്ട് നിങ്ങളാരും നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ ഇട്ട് കുത്തരുത്. ഇതെന്തോ ഇങ്ങനെ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളങ്ങനെ ചിന്തിപ്പിക്കുന്നെങ്കിൽ അത് അവിടെ നിർത്തുക. ജസ്റ്റ് സ്റ്റോപ്പ്. നമ്മൾ കേട്ട് വിട്ടുകളയുക. കാരണം ഇതൊന്നും നമ്മുടെ ചിന്തയുടെ അടുത്തൂടെ പോലും പോകാൻ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടാവരുത്. ബട്ട് എന്തുകൊണ്ട് ഞാനിത് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഈ സോ കോൾഡ് കാലഘട്ടത്തിൽ ഈ എന്താ പറയുക, ഈ അച്ഛനും അമ്മയും എന്നുള്ള സംഭവം അവരെ മാറ്റി നിർത്തുക, അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ മറ്റുള്ള സംഭവങ്ങൾ മാറ്റി നിർത്തുക, എല്ലായിടത്തും മറ്റേ ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കുക എന്നുള്ള സംഭവം പൊതുമണ്ഡലത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ബുദ്ധിമുട്ട് ഘട്ടങ്ങളിൽ കൂടെ നിന്ന ആൾക്കാരെയൊക്കെ മറന്നുകൊണ്ട് അങ്ങോട്ട് ഒരുമിച്ച് ഒറ്റ പോക്കങ്ങ് പോവുക. ഓക്കെ, ആ ഒറ്റ പോക്ക് പോകുമ്പോൾ സമയം വിചാരിക്കുന്നത് എന്താ, നമ്മൾ നേടി, നമ്മളെല്ലാം സെറ്റാണെന്ന്. അതൊരു മിഥ്യാധാരണയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പെറ്റ വയറ്, അതുപോലെ നമ്മുടെ പെറ്റമ്മയാണെങ്കിലും, ഇപ്പോൾ ഈ പുള്ളിക്കാരത്തിൽ പറഞ്ഞു വയ്ക്കുന്നതിനകത്ത് ഒരു കാര്യം മാത്രം എടുത്ത് പറയട്ടെ. അതായത് ഞങ്ങൾ 3 പേര് മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പ് അല്ലെങ്കിൽ അതൊരു ഫംഗ്ഷൻ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നുള്ളത്. പക്ഷേ അവിടെ അവരുടെ ഇവരുടെ അച്ഛനമ്മമാർ അത് മാറ്റി ചിന്തിച്ച് അവരെന്തൊക്കെ സംഭവം ചെയ്തു. അപ്പോഴും അശ്വിൻ്റെ ഫാമിലി അവിടെ ഇല്ല. ആൾക്കാർ ചോദ്യം ചെയ്ത ആ ഒരു കാര്യമാണ്. ഇതേപോലെ നാളെ ഈ ഓമി എന്നുള്ള കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവൻ എങ്ങനെയായിരിക്കും, അവൻ്റെ ഇഷ്ടത്തിന് അവരിതുപോലെ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ ദിയ താങ്ങൂ? ഇല്ലല്ലോ. ഓൾറെഡി തന്നെ പറഞ്ഞു പുള്ളിക്കാരത്തി, വേറൊരാൾ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് താങ്ങാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും കഴിയത്തില്ല. എന്തൊക്കെയോ ഒക്കെ പറയുന്നു. ചിലരൊക്കെ ഈ പ്രസവത്തിന് ശേഷം ചിലർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ, അവരുടെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം നമ്മൾ വരാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയാണോ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ സംസാരിക്കുന്നത്, അതോ ഇൻറ്റൻഷനലി ഇതൊക്കെ ഈ കോണ്ടന്റ് ഇപ്പം നിലവിൽ ഇത് ചെയ്തേക്കുന്ന ഒരു പ്രൊമോഷൻ സെറ്റപ്പ് ഉണ്ട്, ഏതൊരു ഹോളിഡേയ്സിൻ്റെ ഒക്കെ പേര് പറയുന്നത് കേട്ടു. ഇനി ആ പ്രൊമോഷൻ പീക്കിലേക്ക് പോകാൻ, അതിൽ കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഈ സാധനം കുത്തിത്തിരി കയറ്റിയിട്ട് അതിനെ വിവാദമാക്കി വീഡിയോ റീച്ചാക്കുന്ന പരിപാടിയാണോ? ഒന്നും അറിയത്തില്ല. എങ്കിലും കാണിച്ചേക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് മാത്രം വളരെ മാന്യമായ ഭാഷയിൽ പറയുന്നു. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ എടുക്കാതിരിക്കുക, അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യം. ഞാൻ പറഞ്ഞില്ല, ഇതെപ്പോഴും ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതാണോ നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളല്ല ശശി. ഓക്കെ, അതല്ല
അവരിത് സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ വന്നവരെ കുറിച്ച് പറഞ്ഞെങ്കിൽ അവിടെ വന്നിട്ട് പോയവരെല്ലാവരും ശശി. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.